ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഓരോരുത്തരും ജനനം മുതൽ മരണം വരെ കർമ്മം ചെയ്യുന്നു. കർമ്മം ചെയ്യാതിരിക്കാൻ ഈ ലോകത്തിൽ ഒരാൾക്കും സാധ്യമല്ല. കർമ്മം എന്നാൽ ചലനം എന്നാണ് അർത്ഥം. ചലനം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവസൃഷ്ടിയും നടക്കുന്നത്. നിശ്ചലവും നിരാകാരവും ഗുണാതീതവുമായിരിക്കുന്ന ആ പരമചൈതന്യം ചലനാത്മകമായപ്പോഴാണ് അത് ബോധമായി പരിണമിച്ചത്. ബോധം പരിണമിച്ചതിൻ്റെ ഫലമായിട്ടാണ് മനസ്സായി മാറിയത്. മനസ്സാകുമ്പോൾ അതിൽ സത്വരജസ് തമോ ഗുണങ്ങൾ നിറയുന്നു. അതിന് സ്വേച്ഛപ്രകാരം പലതും ചെയ്യാൻ തോന്നുന്നു. അത് ശരീരമാകുന്ന ഉപാധിയിൽ പ്രവേശിച്ചപ്പോൾ ഇന്ദ്രിയദ്വാര ബഹിർഗമിച്ച് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായി മാറുന്നു. അവയിലെല്ലാം തന്നെ ഇഷ്ടവും അനിഷ്ടവും സുഖവും ദുഃഖവും വേണ്ടാത്തതും വേണ്ടതും നല്ലതും ചീത്തയും ഇവയെല്ലാം വ്യാഖ്യാനിച്ച് വേർതിരിക്കുന്നു. ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് വേണം, അത് സുഖപ്രദമായിരിക്കും. ഇഷ്ടമില്ലാത്തതൊന്നും തന്നെ എനിക്ക് വേണ്ടതില്ല, അത് ദുഃഖപ്രദമാകും എന്നെല്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എപ്പോഴും ഈ വിഷയസമ്പർക്കം കൊണ്ട് നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള മനസ്സാണ് നമ്മെ തെറ്റിദ്ധാരണയ്ക്ക്, അതായത് മോഹവലയത്തിൽ കൊടുക്കുന്നത്. അത് ഭഗവാൻ പറയുകയാണ്, സ്വഭാവജേന കൗന്ദേയ നിബദ്ധ സ്വേന കർമ്മണാം കർത്തൃം നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ അവശോപിത. അതിൻ്റെ വിവർത്തനം, സ്വഭാവജ സ്വകർമ്മത്താൽ നിബദ്ധൻ നീ വിമോഹിതൻ വിവശം പാർത്ഥ നീ ചെയ്യും ചെയ്യാനിച്ഛിച്ചിടായെങ്കിലും. സ്വഭാവജം എന്നാൽ നാം അനവധി ശരീരങ്ങളിൽ കൂടി ആർജിച്ചു വച്ചിരിക്കുന്ന കർമ്മ സംസ്കാരത്തിനാണിവിടെ സ്വഭാവജം എന്ന് പറയുന്നത്. ആ കർമ്മ സംസ്കാരത്തിനനുസരിച്ചാണ് ഓരോ ജീവനും ചേഷ്ടിക്കുന്നത്. അങ്ങനെ സ്വഭാവജ സ്വകർമ്മത്താൽ സ്വന്തം കർമ്മം കൊണ്ട് ഓരോരുത്തരും ബന്ധിതനാകുന്നു. എങ്ങനെ? വിമോഹത്താൽ, തെറ്റിദ്ധാരണ കൊണ്ട്, തെറ്റും ശരിയും തിരിച്ചറിയാതെ അജ്ഞാനബാധിതനായിക്കൊണ്ട് ബന്ധിതനാകുന്നു. എന്നിട്ട് ജന്മവാസനയ്ക്കനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുനനോടാണ് ഗീതയിൽ പറയുന്നതെങ്കിലും നമ്മളോടാണ് ഈ ഉപദേശങ്ങൾ എല്ലാം തന്നെ. വിവശം പാർത്ഥ നീ ചെയ്യും ചെയ്യാനിച്ഛിച്ചിടായെങ്കിലും. ഇതൊന്നും ചെയ്യണ്ട എന്നാഗ്രഹിച്ചാലും വിവശനായിക്കൊണ്ട്, അടിമയായിക്കൊണ്ട്, ബന്ധനസ്ഥനായിക്കൊണ്ട് കർമ്മം ചെയ്യുക തന്നെ ചെയ്യും. സ്വതന്ത്രമായിട്ടല്ല കർമ്മം ചെയ്യുന്നത്, അവശനായിക്കൊണ്ടാണ്, അസ്വതന്ത്രനായിക്കൊണ്ടാണ്, ചെയ്യാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്രകാരം കർമ്മങ്ങൾക്ക് ഓരോ ജീവനും വിധേയമാണ്. അജ്ഞാനത്തിൽ നിന്നും അജ്ഞാനത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് ഓരോ ജീവനും ഉണ്ടാകുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അസതോ മാ
അസത്തായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളിലേക്കല്ല പോകേണ്ടത്, സദ്ഗമയ, സത്തിലേക്കാണ് ഗമിക്കേണ്ടത്. അങ്ങനെ അസത്തിൽ നിന്നും സത്തിലേക്ക് നാം ഗമിച്ചു കഴിഞ്ഞാൽ മൃത്യു നാം തമസോമാ ജ്യോതിർഗമയ, അജ്ഞാനത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നീങ്ങും. അജ്ഞാനത്തെ ഇവിടെ ഇരുട്ടായും തമസായും ജ്ഞാനത്തെ പ്രകാശമായും കാണുന്നു. നാം അസത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അജ്ഞാനത്തിൽ ആണ്ടുപോകും. അജ്ഞാനത്തിൽ ആണ്ടുപോയാൽ മരണം സുനിശ്ചിതമാണ്. അസ്തോമാ സദ്ഗമയ, അസത്തിലേക്ക് പോകാതെ സത്തിലേക്ക് പോകൂ. തമസിലേക്ക് ആണ്ടുപോകാതെ ജ്യോതിസിലേക്ക് നീങ്ങൂ. എന്നാൽ മരണത്തിൽ നിന്നും അമർത്യാവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. നാം ഇവിടെ അസത്തുമായി ബന്ധം പുലർത്തുമ്പോൾ അജ്ഞാനബാധിതരാകുന്നു. അജ്ഞാനബാധിതർക്ക് മരണം സുനിശ്ചിതമാണ്. എന്നാൽ അസത്തിലേക്ക് പോകാതെ സത്തിലേക്കാണ് നാം നീങ്ങുന്നതെങ്കിൽ അവിടെ നാം അറിവിൻ്റെ ഉടമകളായി മാറും. അതാണ് ജ്യോതിർഗമയ. നാം സത്തിലേക്ക് നീങ്ങുമ്പോൾ അറിവിൻ്റെ ഉടമകളായി മാറും. അതായത് ജ്യോതിർഗമയ. എന്നാൽ അമർത്യരായിത്തീരും. നമുക്കല്ല മരണം സംഭവിക്കുന്നത് ദേഹത്തിനാണ്. ദേഹം ഈ പ്രകൃതിക്ക് വിധേയവുമാണ്. ഉണ്ടായതാണെങ്കിൽ അത് ഇല്ലാതാവുക സ്വാഭാവികമാണ് എന്ന പൊരുൾ നാം മനസ്സിലാക്കണം. അതിനാൽ സ്വഭാവജ സ്വകർമ്മത്താൽ നിബദ്ധൻ നീ വിമോഹിതൻ, വിവശം പാർത്ഥ നീ ചെയ്യും ചെയ്യാനിച്ഛിച്ചിട്ടില്ലെങ്കിലും ഈ കർമ്മം നിന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്യും. അത് ബന്ധനം കൂടാതെ ചെയ്യുകയാണ് വേണ്ടത്.